Hi friends, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് കീമയാണ്. നമ്മൾക്കിനി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസ്ഡ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞെടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി മസാലാസ് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ എടുത്തിട്ടുണ്ട്. നമുക്ക് പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് നന്നായിട്ട് വഴണ്ട ശേഷം നമുക്ക് ഇതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇത് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് ഏകദേശം ഒരു 10-12 മിനിറ്റ് എടുക്കും. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ കറിക്ക് ആ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. സവാള ഏകദേശം നല്ലൊരു കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ട് വരണം. നന്നായിട്ട് അത് നല്ല ആയിട്ട് വെന്ത് വരണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ട്. തക്കാളി ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടത് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്ര ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മസാലാസ് ഈ പറഞ്ഞ അളവിൽ തന്നെ ആഡ് ചെയ്യണം. ഈ ഒരു റെസിപ്പിക്ക് മസാലാസ് കൂടുതൽ വേണ്ട. നമ്മൾ മസാലാസ് കൂടുതൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് കറിക്ക് കിട്ടില്ല. അപ്പോൾ ഈ റെസിപ്പിയിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മസാലാസ് നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇവിടെ നമ്മൾ ഗ്രേറ്റ് ചെയ്താണ് ആഡ് ചെയ്യുന്നത്.
തീ വേണമെങ്കിൽ കുറച്ച് വെക്കാം, കാരണം അല്ലെങ്കിൽ മുട്ട ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മുട്ട ഗ്രേറ്റ് ചെയ്തെടുക്കാം. മുട്ട ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മസാലാസ് എല്ലാം നന്നായിട്ട് ആ മുട്ടയിൽ നന്നായിട്ടൊന്ന് പിടിക്കും. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരണം. അതുപോലെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. സോൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് എല്ലാം. ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാൻ പകുതി മല്ലിയില ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എഗ് കീമ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്തെടുക്കാം.